അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മഹാന്മാരാകുന്ന അമ്പിയാക്കളെ കഴിച്ചാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്, ആദരവുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനാണ്. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഒരേ പദവിയിൽ ഉള്ളവരല്ല. അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബഹുമാനം, ആദരവ് നൽകിയ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട മഹാന്മാരാവുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ തന്നെ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഒന്നാം ഖലീഫയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചത സഹചാരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹബീബിൻ്റെ കൂടെ നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വാന്തനം നൽകിയിരുന്ന സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. അതുപോലെ വിശുദ്ധ ഇസ്ലാമിന് കരുത്തു പകർന്ന പരസ്യ പ്രബോധന രംഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന് ധൈര്യം നൽകിയ, അതിന് എല്ലാ നിലക്കുള്ള പിന്തുണയും നൽകി നിന്നിരുന്ന സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവരെ സംബന്ധിച്ച് മുത്തനബി തങ്ങൾ ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അതുപോലെ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ദുന്നൂറൈനി എന്ന മഹത്തായ നാമത്തിൽ അറിയപ്പെടുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തതുകൊണ്ട് തന്നെ ആ മഹത്തായ നാമത്തിൻ്റെ ഉടമയായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ സമർപ്പിച്ച് വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ പ്രബോധന വഴിയിലുള്ള സഹായ സഹകരണങ്ങളെല്ലാം നൽകി എല്ലാ നിലക്കും ദീനീ ഹിദ്മത്തിലായി ജീവിച്ച, വഫാത്താകുന്ന സമയത്ത് വരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായിരുന്ന സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹത്വത്തിൻ്റെ ഉടമയാണ്. മഹാനവരെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ത്വൽഹത്തും ഫിൽ ജന്ന, ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവരെ സംബന്ധിച്ചും സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയപ്പെട്ട മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹും, ഈ 10 സ്വഹാബത്തിന് പ്രത്യേകം മുത്തുനബി തങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായി എണ്ണിയതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല മഹാന്മാരുടെ മദദ്, അവരുടെ ഹിഫ്ളും ഹിമായത്തും കനഫും കാവലും ഒക്കെ നമുക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു എല്ലാ സമയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നായി ഈമാനോടെ മരിക്കാനുള്ള വലിയ തൗഫീഖും സൗഭാഗ്യവും അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.